ഏവർക്കും സുപ്രഭാതം. എന്നെ കാണാൻ കൊള്ളുകയില്ല, എന്നെ കൊണ്ട് യാതൊരു ഗുണവുമില്ല, ഒരു കഴിവും എനിക്കില്ല, നിന്നെ എന്തിനു കൊള്ളാമെന്നാണ് പലപ്പോഴും വീട്ടിൽ നിന്ന് പോലും ആളുകൾ ചോദിക്കുന്നത്. അതെ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത് യുവജനങ്ങളുടെ ഇടയിൽ നിന്നാണ്. പലപ്പോഴും ഈ ചോദ്യങ്ങളുടെ മുമ്പിൽ ഉത്തരം കൊടുക്കാനില്ലാതെ അവർ അസ്വസ്ഥരായി തീരുകയാണ്. എന്നാൽ പലപ്പോഴും നാം ആരാണെന്ന് മനസ്സിലാക്കാത്തതാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ മുമ്പിൽ അടിപതറിപ്പോകുന്നതിന്റെ കാരണം. നാം ആരാണെന്ന് മനസ്സിലാക്കണം. വിശുദ്ധ തിരുവെഴുത്തിൽ സങ്കീർത്തനത്തിലെ ഒരു ഭാഗം ഞാൻ ഇങ്ങനെ പറയട്ടെ: യഹോവ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. ഈ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടോ? ദൈവമാണ് നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്, നമ്മെപ്പോലെ മറ്റാരുമില്ല. ഈ കൈകൊണ്ട് നമ്മൾ പലപ്പോഴും മഷി പുരട്ടി പേപ്പറിൽ വെക്കാറില്ലയോ? എന്തിനാ വെക്കുന്നത്? ഇതുപോലെ മറ്റൊരടയാളം ലോകത്തിൽ ആർക്കുമില്ല. അങ്ങനെയെങ്കിൽ വി ആർ ക്രിയേറ്റഡ് ബൈ ദി ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാ. നമ്മെപ്പോലെ മറ്റാരുമില്ല, നമ്മെ സൃഷ്ടിച്ചത് ദൈവമാണ്. ഈ ചിന്തയുണ്ടെങ്കിൽ ഏത് പരിവരുത്ത സാഹചര്യത്തെയും അതിജീവിക്കുവാൻ കഴിയും. ഈ ചിന്ത ഇന്ന് നമ്മെ ഭരിക്കട്ടെ. നിങ്ങൾക്ക് ആരുമില്ല എന്നോർത്ത് നിരാശപ്പെടേണ്ട. നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടിതാവായ ദൈവം നിങ്ങൾക്കുണ്ട്. അതെത്ര ഭാഗ്യമാണ്. ഇന്ന് പകലിൽ ആ ബലത്തോടും ശക്തിയോടും ജീവിപ്പാൻ സർവേശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ.